ഇന്ന് നമ്മളൊക്കെ ഓഫീസുകളിൽ ഒരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം മൊബൈൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അധിക പേരും മിക്കവാറും പേരും അതായത് അത്യാവശ്യം മൊബൈൽ ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി സ്കാൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഡോക്യുമെൻറ്റുകളൊക്കെ PDF ആക്കിയിട്ടും മറ്റൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ കുട്ടികളെ എന്തെങ്കിലും ഹോം വർക്കുകളാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് PDF ആക്കിയിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യലാണ് പതിവ്. അപ്പോൾ പറഞ്ഞു വരുന്ന ഇന്നത്തെ വിഷയം, നമുക്ക് ഇതിനൊക്കെ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ആദ്യം. അത് ചൈന ബാൻ ചെയ്തതിൻ്റെ ചൈനീസ് ആപ്പ് ആയതുകൊണ്ട് ഇന്ത്യ ബാൻ ചെയ്ത ലിസ്റ്റിൽ പെട്ടുപോയൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, camscanner എന്നായിരുന്നു. അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ പ്ലേ സ്റ്റോറിലൊന്നും അവൈലബിൾ അല്ല. നമ്മളെ ഇന്ത്യൻ ID വെച്ചിട്ടുള്ള പ്ലേ സ്റ്റോറുകളിൽ അവൈലബിൾ അല്ല. മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ അത് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇന്ത്യ ബാൻ ചെയ്തതായതുകൊണ്ട് ആരും അത് ഉപയോഗിക്കേണ്ട എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് ഒരു അടിപൊളി അതിൻ്റെ camscannerൻ്റെ അതേ ഉപയോഗമുള്ള ഏകദേശം അതേ പേരൊക്കെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാം. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആപ്ലിക്കേഷന് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് ഓൾറെഡി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. PDF camscanner എന്നാണ് നമ്മളെ ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ തന്നെ പോയി ഡൗൺലോഡ് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞു തരാം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടി. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. അതിൽ നമ്മൾ താഴെ ഒരു ക്യാമറ ബട്ടൺ കാണാം. അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമിഷൻ, അതായത് വൈൽ യൂസിങ് ദ ആപ്പ്, അത് ഉപയോഗിക്കുന്ന ടൈമിന് മാത്രമുള്ള ഒരു പെർമിഷനാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യേണ്ട ഭാഗം നേരെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ എനിക്കിപ്പോൾ ഈ കോളം മാത്രം, ലെറ്റേഴ്സുള്ള കോളം മാത്രം സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിന് നേരെ പിടിച്ചിട്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് 4 സ്ക്വയറും കറക്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്യണോ, ലെഫ്റ്റ് റൈറ്റൊക്കെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലൊക്കെ ചെയ്യുക. ഇനി ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാം നെക്സ്റ്റ് എന്നുള്ള ബട്ടന്. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണാം. അപ്പോൾ നമുക്കിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കളറായിട്ട് തന്നെ വേണ്ടതെന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുത്താൽ മതി. നണ്ണ് കൊടുത്തു. ഇനി നമുക്ക് ഗ്രേ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് മാജിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമുക്കിവിടെ നണ്ണ് കൊടുത്ത് നമുക്ക് അതേ കളർ തന്നെയാണ് വേണ്ടത്. ഇനി നമ്മൾ ഫയൽ നെയിം കൊടുക്കുക, ഒരു പേര് കൊടുക്കുക. നമ്മൾ സ്കാൻ ചെയ്യുന്ന നമ്മൾ ഒരു പേര് കൊടുത്തു, ഫയലിൻ്റെ പേര് കൊടുത്തു. ശേഷം ഏറ്റവും താഴെ ഇനി എന്തെങ്കിലും മോഡിഫൈ ചെയ്യണം, ബ്രൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ബ്രൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനിയൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ട് താഴെ കാണുന്ന സേവ് ബട്ടൺ അമർത്തിയിട്ട് സേവ് ചെയ്തു. ഇപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെ ഷെയർ ചെയ്യും? 2 രീതിയിൽ ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടും ചെയ്യാം, അതല്ലാതെ PDF-ൽ ഒന്ന് ടാപ്പ് ചെയ്യാം. ശേഷം ഇനി ഫയൽ നെയിം ഇവിടെ ചേഞ്ച് ആക്കാനായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. ഇത്രയും എളുപ്പത്തിൽ നമുക്കൊരു ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഈ ആപ്ലിക്കേഷന്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നല്ല ഉപകാരമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളെ camscanner എന്നാണിത്. PDF camscanner എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ലിങ്കിൻ്റെ ആവശ്യമില്ലല്ലോ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് camscanner എന്നാണ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ വരുന്നത് തന്നെയാണിത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. ശേഷം സെർച്ച് ബാറിൽ പോയിട്ട് PDF camscanner, ഡാറ്റ ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ, PDF camscanner തന്നെ അടിക്കുമ്പോൾ മിക്കവാറും വരും. നമ്മളെ ഡാറ്റ സ്പീഡാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരും. ഇവിടുന്ന് മൂന്നാമത് കാണുന്നതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ ഇതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗും റിവ്യൂ ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.
സ്കൂൾ ഗ്രൂപ്പുകളിലേക്കും മറ്റൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടും. ഓഫീസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.